കുളക്കരയിൽ ഭദ്രകാളിയുടെ സാന്നിധ്യം കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് കാളികുളങ്ങര എന്ന് പേര് വന്നത്. തെണ്ട് നിവേദ്യവും പൊങ്കാലയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള കാളികുളങ്ങര ക്ഷേത്രത്തിലാണ്. മകരം 1 കൊടിയേറുന്ന ഈ അമ്പലത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ട് തെണ്ട് നിവേദ്യവും പൊങ്കാലയൊക്കെ സമർപ്പിക്കാറുണ്ട്. ഉത്സവത്തിന്റെ 41ാം ദിവസം വലിയ വിളക്കാണ്. വ്രതമെടുത്തിട്ടുള്ള ഭക്തർ 7 നിലകളുള്ള വലിയ വിളക്കുമായിട്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കും. അപ്പോൾ ഈ മഹോത്സവത്തിന്റെ 1ാം ദിവസമായ ഫെബ്രുവരി 13-ന് നൃത്തോത്സവവും ഭക്തിഗാനസുധയും, ഫെബ്രുവരി 14-ന് ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ വൈകുന്നേരം ഭജന, അതുപോലെ കൈകൊട്ടിക്കളി, ഫെബ്രുവരി 15-ന് വൈകുന്നേരം തിരുവാതിരക്കളി, കരോക്കെ ഭക്തിഗാനമേള, ഫെബ്രുവരി 16-ന് ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകുന്നേരം തിരുവാതിരക്കളി, കൂട്ടാൾപ്പാട്ട്, പാട്ടും പുല്ലംകുഴലും, ഫെബ്രുവരി 17-ന് ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് ഭക്തിഗാനസുധ ഭക്തിഗാനമേള, 18-ന് വൈകുന്നേരം നൃത്തങ്ങൾ കരോക്കെ ഭക്തിഗാനമേള, 19-ന് ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകുന്നേരം ചിണ്ടുപാട്ട്, കോൽക്കളി, ക്ലാസിക്കൽ നൃത്തം ഭക്തിഗാനമേള, 20-ന് ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകുന്നേരം നൃത്തസന്ധ്യ ഭക്തിഗാനമേള, താലം എഴുന്നള്ളിപ്പ്, 21-ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം നൃത്തങ്ങൾ സംഗീതരാവ്, താലം എഴുന്നള്ളിപ്പ്, 22-ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം കൈകൊട്ടിക്കളി, താലം എഴുന്നള്ളിപ്പ്, 23-ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം ഗാനസന്ധ്യ, നാടൻപാട്ട്, ഭക്തിഗാനമേള, താലം എഴുന്നള്ളിപ്പ്, 24-ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം, വൈകിട്ട് പടയണി, ആട്ടപ്പൂമുടി, ഫെബ്രുവരി 25 രാവിലെ 3-നും 4-നും ഇടയ്ക്ക് വലിയ വിളക്ക് എഴുന്നള്ളിപ്പ്, വെളുപ്പിന് 4:30-ന് മഹാഗുരു, മാർച്ച് 3-ന് നടതുറപ്പ് മഹോത്സവം, രാത്രി 7:30-ന് തായമ്പക. അപ്പോൾ എല്ലാവർക്കും ഉത്സവാശംസകൾ.